കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. തുവ്വൂർ മാമ്പുഴ ഐലാശ്ശേരി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് എ.പി. അനിൽകുമാർ എം.എൽ.എക്കെതിരെ CPM 2023 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ തരിപ്രമുണ്ട ബ്രാഞ്ച് കമ്മിറ്റി നൽകിയ നിവേദനത്തെ തുടർന്നാണ് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചതെന്നും MLA-യും UDF-ഉം പിതൃത്വം ഏറ്റെടുക്കൽ ശ്രമിക്കുകയാണെന്നും CPM തുവ്വൂർ ലോക്കൽ കമ്മിറ്റി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചിലവഴിച്ചാണ് മാമ്പുഴ ടൗൺ മുതൽ 1 കിലോമീറ്റർ ദൂരം റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്നത്. സ്ഥലം MLA-ആയ എ.പി. അനിൽകുമാർ നടത്തിയ ഇടപെടലാണ് റോഡ് നവീകരണം തുടങ്ങിയതെന്ന് പ്രചാരവുമായി UDF പ്രവർത്തകർ പലയിടത്തും ഫ്ലക്സുകൾ സ്ഥാപിക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണിപ്പോൾ CPM ലോക്കൽ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത്. വർഷങ്ങളായുള്ള ആവശ്യം MLA കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നുവെന്നും ഒടുവിൽ നവകേരള സദസ്സിൽ CPM നൽകിയ അപേക്ഷ പരിഗണിച്ചതിന്റെ ഫലമാണ് 1.5 കോടി രൂപ ചിലവിൽ റോഡ് നവീകരിക്കുന്നതെന്നും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ചാത്തോലി പറഞ്ഞു. ജനകീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ MLA-യും UDF-ഉം വിമുക്ത കാണിക്കുന്നത് തുടരുകയാണെന്നും CPM കുറ്റപ്പെടുത്തി. ഏതാണ്ട് 950 കോടി രൂപയാണ് നവകേരള സദസ്സിൽ പാശ്ചാത്യ മേഖലകളിലടക്കം ആളുകൾ ശ്രദ്ധയിൽ കൊണ്ടുവന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ അന്ന് അനുവദിച്ചത്. അതിനാനുപാതികമായിട്ടുള്ള ഒരു അടിയന്തര പ്രാധാന്യം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് ഇവിടെ 6 കോടി 3 കോടി എന്നുള്ള രൂപത്തിൽ വകയിരുത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇതുകൊണ്ട് ഈ റോഡ് പൂർത്തീകരിക്കുന്നില്ല. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നതോടൊപ്പം തന്നെ ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം വളരെ ആർജവത്തോടുകൂടി കഴിഞ്ഞ 25 വർഷമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA കുറെ കൂടി സത്യസന്ധത കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും അടിസ്ഥാനപരമായി തുവ്വൂരിൻ്റെ വികസന മുന്നേറ്റങ്ങളെ ഏറ്റവും സ്വാധീനിക്കുന്ന എത്രയോ പ്രവർത്തനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് തെക്ക് ഭാഗത്ത് മാതോത്ത് പാലം ഉൾപ്പെടെയുള്ള പദ്ധതികൾ 25 വർഷം മുമ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. ആ വാഗ്ദാനങ്ങൾ കേട്ട എത്രയോ മനുഷ്യർ ഇന്ന് അക്കരപ്പുറത്തെയും മാതോത്തെയും പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ കുഴിമാടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പക്ഷേ ആ വാക്കുകളോട് നീതി പുലർത്താൻ പറ്റാത്ത ഒരു MLA ആണ് ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതി. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്.